പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയാണ്. ഏറ്റവും എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ഫിഷ് ഫിംഗേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫിഷ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദശക്കട്ടിയുള്ള മീനാണ് എടുക്കേണ്ടത്. മീനിൻ്റെ വ്യത്യാസം അനുസരിച്ച് ടേസ്റ്റിലും വ്യത്യാസം വരും. ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മീൻ മുറിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. മീൻ ഇതുപോലെ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഇത് കുറച്ച് ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചതും 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇതുപോലെ ബാറ്ററിലേക്ക് മീൻ മിക്സ് ചെയ്തതിന് ശേഷവും ഒരു 10-15 മിനിറ്റ് വയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു 4-5 ബ്രെഡിൻ്റെ സ്ലൈസസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഫിഷ് ഫിംഗേഴ്സ് വറുക്കുന്നതിനുള്ള എണ്ണ ഇവിടെ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും കോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ. ഓരോ സെറ്റായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഒരു 3-4 എണ്ണം ആദ്യം ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ചൂടായ എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്കോ മീഡിയം ഫ്ലെയിമിലേക്കോ മാറ്റണം. ഒരു സൈഡ് റെഡിയാകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കളറായി വരുമ്പോഴേക്ക് ഈ ഫിഷ് ഫിംഗേഴ്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സോസോ മയോണൈസോ ഒക്കെ ചേർത്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറും ഈവനിങ് സ്നാക്കുമായിട്ട് നമുക്ക് ഫിഷ് ഫിംഗേഴ്സ് ഉപയോഗിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.